കരുനാഗപ്പള്ളി നഗരസഭയിൽ അടുത്ത 5 വർഷക്കാലം വികസനോന്മുഖമായ പ്രവർത്തനം കാഴ്ചവെക്കുമെന്ന് നിയുക്ത ചെയർമാൻ സോമരാജൻ. കുടിവെള്ള പ്രശ്നം, നിർധനർക്ക് വീട് വെച്ച് നൽകൽ, റോഡ് നവീകരണം എന്നിവ ദ്രുതഗതിയിൽ നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കരുനാഗപ്പള്ളി നഗരസഭയിൽ അടുത്ത 5 വർഷക്കാലം വികസനോന്മുഖമായ പ്രവർത്തനം കാഴ്ചവെക്കുമെന്ന് നിയുക്ത ചെയർമാൻ സോമരാജൻ. എല്ലാ വികസന പ്രവർത്തനങ്ങളും അടുത്ത 5 വർഷം കൊണ്ട് സർക്കാരിൽ നിന്നും മറ്റും കിട്ടാവുന്ന എല്ലാ സാമ്പത്തികവും സമാഹരിച്ചു നല്ല വികസനോന്മുഖമായ ഒരു നഗരസഭ, ഒരു പുതിയ മുഖം, നഗരസഭയ്ക്ക് ഒരു പുതിയ മുഖം ഉണ്ടാക്കി തീർക്കുവാൻ ഞാൻ ശ്രമിക്കും എന്നാണ് എനിക്കിപ്പോൾ പറയുവാനുള്ള. സത്യസന്ധമായും ആയിട്ടായിരിക്കും എന്റെ പ്രവർത്തനം. കുടിവെള്ള പ്രശ്നം, നിർധനർക്ക് വീട് വെച്ച് നൽകൽ, റോഡ് നവീകരണം എന്നിവ ദ്രുതഗതിയിൽ നടപ്പാക്കും. നിലവിൽ തീരദേശ പ്രദേശത്താണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. കോടികൾ മുടക്കി നിർമ്മിച്ച പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ്, KSRTC ഉദ്യോഗസ്ഥർ, ബസ് ഓണേഴ്സ് അസോസിയേഷൻ എന്നിവരുമായി കൂടിയാലോചിച്ച് പ്രവർത്തനക്ഷമമാക്കാൻ ശ്രമിക്കും. നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ വേണ്ട നടപടികളുമായി മുന്നോട്ടു പോകും. ടൗൺ പ്രകാശപൂരിതമാക്കാൻ കൂടുതൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാനുള്ള ശ്രമവും ഉണ്ടാകും. 10 വർഷക്കാലം തുടർഭരണം നടത്തിയ ഇടതുപക്ഷ നഗരസഭാ സമിതി പരാജയം നിറഞ്ഞതും അഴിമതി നിറഞ്ഞതുമായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. വികസന പ്രവർത്തനങ്ങളിലായാലും നാടിന്റെ നന്മയെ കരുതിയുള്ള പ്രവർത്തനങ്ങളിലായാലും LDF യാതൊരുവിധ പ്രവർത്തനങ്ങളും, ജനോപകാരമായ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഇന്നത്തെ UDFിൻ്റെയും മിന്നുന്ന വിജയം എന്നാണ് എൻ്റെ പ്രതീക്ഷ. അക്കാര്യത്തിൽ കഴിഞ്ഞ 10 വർഷം ജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം എല്ലാ ജനങ്ങളിലും എത്തിക്കുക, അവർക്ക് പുതിയ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക, അവരുടെ നടപ്പാതകളും റോഡുകളും സഞ്ചാരയോഗ്യമാക്കി തീർക്കുക, ഇതുപോലെ ജീവൽ പ്രശ്നങ്ങളെല്ലാം തന്നെ 10 വർഷക്കാലവും തുടങ്ങിയെടുത്തൊന്നുമല്ലാതെ അതിൽ നിന്നും മാറ്റം മുമ്പോട്ട് പോകാൻ LDF സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ UDFുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും സോമരാജൻ കൂട്ടിച്ചേർത്തു. UDFും കോൺഗ്രസ് പാർട്ടിയും നൽകിയ ഈ പദവി അവരെന്താഗ്രഹിക്കുന്നു അതേ രീതി, ജനങ്ങൾ എന്താഗ്രഹിക്കുന്നു അതേ രീതിയിൽ തന്നെ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുവാനും UDFിന് തിരിച്ചു കൊടുക്കുവാനുമാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നാദ്യമേ തന്നെ പറയാൻ ആഗ്രഹിക്കും. ഒരു വിധത്തിലുള്ള അഴിമതി, ഒരു വിധത്തിലുള്ള സ്വജനപക്ഷപാതവും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുകയില്ല എന്നുകൂടി പറയുവാൻ ഈ അവസരം വിനിയോഗിക്കുക. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.